ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു തമിഴ് സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. മിരൽ എന്ന് പറഞ്ഞ ഒരു തമിഴ് സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പോകുന്ന എം ശക്തിവേൽ എന്ന് പറഞ്ഞ ഡയറക്ടറുടെ ആദ്യത്തെ സംവിധാനമാണ് ഈ ഒരു മിരൽ എന്ന് പറഞ്ഞ ഒരു സിനിമ. ഭരത്, വാണി ഭോജൻ, RJ, KS രവികുമാർ, പിന്നെ രാജ്കുമാർ എന്ന് പറഞ്ഞ ഒരു ഹീറോ നടനും കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ വേഷങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മിരൽ എന്ന് പറഞ്ഞ സിനിമ 2022 ഇറങ്ങിയ സിനിമയാണ് മിരൽ എന്ന് പറഞ്ഞ ഈ സിനിമ. ഇതിൻ്റെ ഒരു പോസ്റ്ററുകളും ടീസറും കാര്യങ്ങളൊക്കെ ഒരു ബെസ്റ്റ് ഹൊറർ സിനിമയായിരിക്കും, രാക്ഷസൻ ടൈപ്പിലുള്ള ഒരു സിനിമയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചൊരു പ്രൊമോഷനൊക്കെ കൂടിയാണ് ഈ സിനിമ വന്നത്. അന്ന് തൊട്ട് ഈ പടം കാണണം എന്നുള്ള ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കിപ്പോഴാണ് ഈ സിനിമ കാണാൻ വേണ്ടി സാധിച്ചത്. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ പറ്റിച്ചൊരു സിനിമയായിപ്പോയി. കാരണം ഇത്ര വലിയ ഗംഭീരമായ കുറേ പ്രൊമോഷൻസും കാര്യങ്ങളും ആ രീതിക്കുള്ള കുറേ മേക്കിംഗ് കൊണ്ട് പ്രേക്ഷകർ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറി കൊണ്ടുവന്നിട്ട് അവർ കൊടുത്ത ഒരു അപ്ഡേറ്റോ പ്രൊമോഷൻസിൻ്റെ ഒരു പകുതി പോലും ഈ സിനിമയിൽ കാണാൻ വേണ്ടി പറ്റിയില്ല. പ്രേക്ഷകരെ പറ്റിച്ചെടുത്ത ഒരു സിനിമയും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. ഒരു മാർക്ക് സംബന്ധപ്പെട്ടൊരു മുഖവും കുറേ പോസ്റ്ററുകളും ഇവരുടെയൊക്കെ ഭയാനകമായ കുറേ പോസ്റ്ററും ടീസറൊക്കെ ഇറക്കി വിട്ട് പ്രേക്ഷകരെ മുൻപിൽ നിർത്തിയപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് സിനിമ അവതരിപ്പിച്ചത്. പക്ഷേ ആ കാണിച്ചതിൻ്റെ ഒരു അംശം പോലും ഈ സിനിമയിൽ ഇല്ലാത്ത ഒരു പറ്റിപ്പ് സിനിമയായിപ്പോൾ എന്ന് മാത്രം ഞാൻ പറയത്തുള്ളൂ. ഒരു ഹൊറർ എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു സൈക്കോ കില്ലർ അല്ലെങ്കിൽ ഒരു ഡെവിളിഷ് പടമായിരിക്കും എന്ന് കരുതിയെടുത്ത് പക്ക റിവഞ്ച് ത്രില്ലറാണ് കാണാൻ വേണ്ടി പറ്റിയത്. ഒരു നിലവാരവും ഇല്ലാത്തൊരു ട്വിസ്റ്റ് റിവഞ്ച് സിനിമയായിപ്പോയി. ഒരു രീതിക്കും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പോലും പറ്റാത്ത ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളും, പിന്നെ അനാവശ്യമായ നേരത്തെ പറഞ്ഞ പോലെ കുറേ പ്രൊമോഷൻസും കുറേ ഇതൊക്കെ ഇറക്കി പ്രേക്ഷകരെ അങ്ങ് ചിന്തിപ്പിച്ച് വഷളാക്കിയിട്ട് ആ ഒരു പ്രതീക്ഷ കൊണ്ട് കളഞ്ഞിട്ട് അങ്ങനെ ഒന്നുമേ അല്ല ഈ സിനിമയിലുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് ഈ സിനിമയുടെ ഒരു കപടമായ മുഖം എന്നൊക്കെ പറയുന്നത്. ഒരു രീതിക്കും അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പോലും പറ്റാത്ത ഒരു എന്ത് പടം എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പിടുത്തം. എം ശക്തിവേൽ എന്ന് പറഞ്ഞ ഈ ഒരു ഡയറക്ടർ ബിസിനസ്സിനോ പ്രൊമോഷനോ വേണ്ടി എടുത്ത സിനിമയും കാര്യങ്ങളാണെന്നൊക്കെ എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. ആ ഒരു കാര്യം വെച്ച് ഇവർ ഒരു മാസ്ക് സംബന്ധപ്പെട്ട സംഭവം കൊണ്ടുവന്ന് അത് മുഖാന്തരപ്പെട്ട അത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുള്ള കാര്യങ്ങളൊക്കെ അത് കേവലം ഒരു ഒറ്റ സിനിമ, ഒരു സ്വപ്നങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമ കാണിച്ചിരിക്കുന്നത്. ഭരതെന്ന് പറയുന്ന ഒരു ആക്ടറിന് വലിയ റോളുകളും കാര്യങ്ങളൊന്നും സിനിമയിൽ കിട്ടാറ് പോലില്ല. കിട്ടുന്നതൊക്കെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സിനിമകളും കാര്യങ്ങളൊക്കെ കിട്ടുക. അതുപോലെ നേരെ ഒരു ഉപയോഗിക്കാൻ വേണ്ടി പറ്റാത്ത കുറേ സംവിധായകന്മാരാണല്ലോ ഇങ്ങനെ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു പ്രശ്നമായിപ്പോയി. പിന്നെ സിനിമേനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റ് എഴുതി നിർത്താമെങ്കിലും ഒരു മിനിമം നോളജ് വേണം. എന്താണ് എഴുതി വെക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ വേണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ സിനിമയിൽ ഒരു സമയത്ത് ആൾക്കാരെ വെറുമില്ല പൊട്ടന്മാരാക്കുന്നതൊക്കെയാണ് ഈ സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, കുറേ സമയത്ത് ഈ ഭരത്തും വാണി ഭോജനും ഒക്കെ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും കാണിച്ച് വെച്ചിട്ട് ഇതിൻ്റെ സ്റ്റോറി എന്താണ്, എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തമായൊരു ക്ലാരിറ്റിയും കാര്യങ്ങളും തരാതെ അവിടെ തിരിഞ്ഞ് ഇവിടെ തിരിഞ്ഞ് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഭരത്തൊക്കെ വെറുതെ കിടന്ന് ഓടുന്നു, കുറേ ഓവർ ആക്ടിങ് ചെയ്യുന്നു, കുറേ എക്സ്പ്രഷൻസ് ഇട്ട് വെറുപ്പിക്കുന്നു, വാണി ഭോജൻ കിടന്ന് അലറി വിളിക്കുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനത്തെ കുറേ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഈ പടം അങ്ങ് ഏത് ലെവലിലോട്ട് പോകണമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഒരു ലെവലില്ലാത്ത ഒരു പടം ഇങ്ങനെ പോയി എവിടെയൊക്കെ താമസിക്കും. പിന്നെ ആ സമയത്ത് ഒരു അശ്ലീലി പോലെ വന്നിട്ടാണെങ്കിൽ ഈ ഒരു കഥ പറയുന്നു. അത് ആ ഒരു മൂടിക്കൂടെ പൊക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കഥ പറയുന്നത് എന്തെടുത്ത് വെച്ചേക്കാന്ന് അറിയാൻ പോയി. അപ്പോൾ ഒരു സംഭവം നടക്കുമ്പോൾ ഭരത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ക്യാമറ ടോപ്പാക്കുന്നുണ്ട്. ആ കഥ ഒരു ലേഡി വോയിസ് എന്ന് വിളിച്ച് പറയുന്നത്. പിന്നെ ഇത് അത്രയും നേരം ഈ ഭരത്ത് ഇവിടെ കിടന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചു പോയിട്ട് പിന്നെ ഇത് സംഭവിച്ചിരിക്കുന്ന ഭരത്തിൻ്റെ ഫ്രണ്ടിനാണെന്ന് കാണിക്കുന്നത്, അദ്ദേഹം ഒരു വില്ലനാണെന്ന് കാണിക്കുന്നു. ഏതൊക്കെ രീതിക്ക് ഒരു സിനിമ എങ്ങനെ പോകണമെന്ന് ഒരു പിടുത്തമില്ല. പിന്നെ അത് മാത്രമല്ല, ഈ സിനിമ ഇങ്ങനെ കണ്ട സമയത്ത് തന്നെ എന്താണ് നടക്കുന്നത്, എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നുള്ള കാര്യങ്ങളൊരു വ്യക്തമായ ഐഡൻറ്റിറ്റി പോലും കിട്ടാതെ ചുമ്മാ ചുറ്റിക്കറങ്ങി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ച് പോണൊരു പടം. അത് മാത്രമേ എനിക്കുള്ളൂ. അതല്ലാതെ വേറെ എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല ഈ പടം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു അനാവശ്യ ട്വിസ്റ്റ് ഉണ്ടെന്ന് ഇത്രയും നേരം ഭരത്തല്ല അയാളെ ഫ്രണ്ടാണ് ഇങ്ങനെ ഇതായത്. പിന്നെ ഭരത്താണ് എന്തൊക്കെ രീതിക്കാണെന്ന് ഒരു പിടുത്തം കിട്ടുന്ന ഒരു കുഴഞ്ഞ പടം, ഒരു നിലവിലെ വരുന്ന സ്ക്രിപ്റ്റ്, ആളെ പറ്റിക്കുന്ന പടം, പ്രൊമോഷൻ വെച്ച് പറ്റിക്കുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഒരു കൂതറ സിനിമ, അത്രേ പറയാൻ വേണ്ടിയുള്ളൂ. ഈ വന്നേക്കുന്ന ഒരു പ്രൊമോഷനായിട്ടും അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രം ഒരു മാസ്ക് രൂപത്തെ സംബന്ധിച്ചൊരു സ്ക്രിപ്റ്റ് ആയിരിക്കും പ്രേക്ഷകർ കയറി കാണുമ്പോൾ വേറെ ഒരു ഇതാണ് വരുന്നത്. പിന്നെ കുറേ പ്രെഡിക്റ്റബിളൊക്കെ ഉണ്ട്, കുറേ പ്രെഡിക്റ്റബിളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ പടം ആ രീതിക്കുള്ള ഒരു കാര്യത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ KS രവികുമാറാണെങ്കിൽ ഒരുമാതിരി ഇല്ല, അദ്ദേഹത്തിന് ഒട്ടും സ്യൂട്ടാവാത്തൊരു കഥാപാത്രവും ഒരു നിലവാരമില്ല കഥാപാത്രവും. പിന്നെ ഇങ്ങനെയൊക്കെ പോയ സമയത്ത് അവർ പറയാൻ വേണ്ടി ആഗ്രഹിച്ച ക്ലൈമാക്സിൽ ആ ഒരു എലമെൻറ്റ് ഗംഭീരമായിരുന്നു.
ഒന്നുകിൽ ആ എലമെൻ്റ് ഇവിടെ ഉപയോഗിക്കണം. അതാണ് ഫ്രണ്ടാണ് ഒരു വൈഫിനെ ടോസ്റ്റ് ആ ഒരു കില്ലിങ് സബ്ജക്റ്റ് ആദ്യമേ കാണിച്ച് അങ്ങനെ പോകണം. ഇല്ലെങ്കിൽ ആ ഒരു മാസ്ക് വെച്ച് ആ ഒരു സമയം ഒരു രൂപത്തിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ പോകണം വരുന്നത്. ഇത് അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാത്ത രീതിക്ക് ഒരുമാതിരി കാണിച്ച് വെച്ചിട്ട് എന്തോ കണക്കെടുത്ത് വെച്ചിരിക്കുന്ന ഒരു കൂതറ സിനിമയായിപ്പോൾ ഈ ഒരു പടം. വെറുതെ ആൾക്കാരെ പറ്റിക്കുന്ന ഒരു പടം, വെറുതെ ഒരു എലമെൻറ്റും ഇല്ലാതെ എന്തൊക്കെയോ ഒരു കാട്ടിക്കൂട്ടി കിടന്ന് കുറേ അനാവശ്യ ഷോട്ടും കാര്യങ്ങളും ഓവർ ആക്ടിങ്ങും ഒക്കെ കൊണ്ട് ഒരു വല്ലാത്തൊരു നെഗറ്റീവ് പടം എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്ത് ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഒട്ടും കൊള്ളാത്തൊരു വൃത്തികെട്ട സിനിമ. അല്ലെങ്കിൽ ആ ഒരു ഏതെങ്കിലും ഒരു എലമെൻറ്റ് അത് പിടിച്ചൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കണമെന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് വളരെ മോശം സിനിമ നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറ്റിക്കപ്പെടും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്ക്രിപ്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റർ വന്നേക്കുന്ന രൂപമോ അതുമാതിരിപ്പെട്ട കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് വേറെ എന്തോ ഒരു കഥയെടുത്ത് വെച്ചിട്ടാണ് ഈ സിനിമ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ആൾക്കാരെ വല്ലാണ്ട് പറ്റിച്ച് പ്രതീക്ഷയോട് കൂടി പോയവരൊക്കെ നെഗറ്റീവായിട്ട് ഇറങ്ങി വന്ന സിനിമയായിരിക്കും എന്ന് എനിക്ക് തോന്നി. എനിക്ക് അടുത്ത സമയത്ത് എനിക്ക് എങ്ങനെയാണ് പേഴ്സണലി ഫീൽ ചെയ്ത ആ ഒരു കാര്യങ്ങളെ വെച്ച് ആളെ പറ്റിക്കുന്ന പടം അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വെറും ദുരന്തം പടം, വെറും ഒരു വൃത്തിയായിട്ടൊരു സിനിമ, അത്ര കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ച് ആൾക്കാരെ പറ്റിക്കുന്നത് കുറച്ചെങ്കിലൊക്കെ ഒരു ഔചിത്യമൊക്കെ വേണമെന്നൊക്കെ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ആ എനിക്ക് ഒരു വല്ലാത്തൊരു സിനിമ, അത്ര കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആ ഒരു കാഴ്ച മിരൽ എന്ന് പറഞ്ഞ ഈ സിനിമ നിങ്ങളുടെ അടുത്ത് കാണരുത്. കണ്ട് നിങ്ങൾ പറ്റിക്കപ്പെടാം. അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ കാണണമെങ്കിൽ കാണാം. കണ്ടിട്ട് നിങ്ങൾ പോസ്റ്ററോ എലമെൻ്റൊക്കെ കണ്ടിട്ട് കയറുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സംഭവമേ ഇല്ല. അത് വേറെ രീതിക്ക് ഇത്രയും നേരം ഈ കാട്ടിക്കൂട്ടിയ സംഭവവികാസങ്ങളൊക്കെ എന്തുനാണെന്നുള്ള കാര്യങ്ങൾ പോലും അറിയാൻ പറ്റും. എന്തിനു വേണ്ടി കാണിച്ചു പോലും അറിയാൻ പറ്റാത്ത വല്ലാത്തൊരു ടൈപ്പ് പടമായി പോയി. ആ ഒരു കാരണം ചിത്രം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വളരെ മോശം വെച്ചാൽ വളരെ മോശം പടം. ഇതാണ് മിരൽ എന്ന് സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ ചിത്രമേ പറയാൻ വേണ്ടിയുള്ളൂ. സോ ഇതാണ് വല്ലാത്തൊരു ടൈപ്പ് ഒരു പറ്റിപ്പ് സിനിമയും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. ആ ഒരു കാര്യങ്ങൾ ചിത്രമേ പറയാൻ പറ്റുള്ളൂ. എടുത്ത് കണ്ട വെറുത്ത് ടൈം വേസ്റ്റ്, പറ്റിക്കപ്പെടും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. സോ ഇത്ര ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റു സിനിമയുടെ റിവ്യൂ കാര്യത്തിൽ പ്രണോ സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.